എന്താണ് കഴിക്കാനുള്ള ടെസ്റ്റ് ചെയ്യാലേ? ഞാൻ കഴിക്കൂല. ഇത് പോർക്കാണ് കേട്ടോ. പോർക്ക് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണേണ്. എന്നിട്ട് ഒരു പീസ് ആവശ്യം പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ട് ഒരു മാളിലാണ് ഇപ്പോൾ ഉള്ളത്. ആ മാളിലെ ഫുഡ് സ്ട്രീറ്റ് ആണ്. എന്തോ സീറ്റാണല്ലേ ഇവിടുത്തെ, എന്തോ സീറ്റാണ് കേട്ടോ. വാഴയിലാണ് കേട്ടോ പൊതിഞ്ഞ് വെച്ചേക്കണത്. ഈ വാഴയിലെല്ലാം മൊത്തം സീറ്റ്സ് ആണ്. നമ്മുടെ വാളംപുളിയാണ് കേട്ടോ. വാളംപുളി, ഓ വായിൽ വെള്ളം വാളംപുളി ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. ഇത് മസാലയ്ക്ക് ഇട്ടത് വേണോ? പഞ്ചസാര ഇട്ടത് മധുരം ഇട്ടതാണ്. കുരു കളഞ്ഞാണ് വെക്കണത്. കുരു കളഞ്ഞ് എന്ത് രസമായിട്ടാ വെച്ചേക്കണത്. സൈഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചേക്കണത് അല്ലേ. ഇത് പോർക്ക് തന്നെ. പോർക്ക് കൊടുത്ത മെയിൻ ആണ് കേട്ടോ. എവിടെ നോക്കിയാലും പൊറുതെ ഹണിയല്ലേ ഇത്. ഈ ഹണി ഇവിടെ തേനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രയാണ് എഴുതി വെച്ചിട്ടുണ്ടോ? സ്മോള് 40, ലാർജ് 60 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കിട്ടും നമുക്ക്. 380 ബാത്താണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതിന്. ഇത് കൂടുണ്ടാക്കി വെച്ചാൽ നോക്കി അവിടെ കെട്ടി. അതേമാതിരി തന്നെ ഹണിയുടെ എന്തോ ഇതൊക്കെ കിട്ടും കേട്ടോ. ഫ്ലേവർ ആയിട്ടുള്ളത് തൂക്കിട്ടാണോ നിക്സ് തൂക്കിട്ടാണോ? ബാമ്പൂന്റെ മറ്റേ ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് പിള്ളേരൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. തേനീച്ച വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ജീവനുള്ള തേനീച്ചകള്. അപ്പൊ ഒറിജിനലായിരിക്കും കേട്ടോ. നമ്മള് സീറ്റ്സ് ഒക്കെ എന്ത് രസമായിട്ടാണല്ലോ ചെയ്ത് വെച്ചേക്കണത്. ഇതെന്താ 5 ഭാഗത്ത എന്താണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. റോസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ഇവിടെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മീൻകറി അല്ലേ നിക്സ്? ഇത് മീനല്ലേ ഇത്? വലിയ എന്തോ മീനാണെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇത് ചെമ്മീൻ അങ്ങനെ തന്നെ. ഫുള്ള് സീ ഫുഡിന്റെ ഇതാണ് കേട്ടോ. അതെ മീനാണ്. ഇത് മീൻ കറിയാട്ടെ. അതെ, അത് പനീർ കറിയാ അങ്ങനെ എന്തോ. ഇവിടെ മറ്റേ കറിയൊക്കെ ഇടുന്നത് കണ്ടോ അവര് കുനിയില് പോലെ. ഇവിടെ സോസേജസ് ആണ് കേട്ടോ ഫുള്ള്. ഇവിടെ സാധനം ഇരിക്കണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ. ഇവിടെ നമ്മുടെ അവിടത്തെ പോലെ തന്നെ ഗോൾഡിനൊക്കെ ഭയങ്കര കാണുന്നുണ്ടോ ഇവരുടെ കൈമ കിടക്കണ നോക്കി. എന്റെ അമ്മ ഓണറാണ്. ഈ സ്വർണ്ണ ആണോ? ഓ ഇവര് ഭയങ്കര ടോപ്പ് ഷെഫാണ് തായ്ലൻഡിലാ. ഞങ്ങളിതേ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഇത് വായിച്ചു നോക്കി. അപ്പൊ സംഭവം അരിക്കേക്കെന്നാണ് പറയണത്. അപ്പൊ ഞങ്ങ ഇത് നോക്കിയപ്പോഴത്തേനും ട്രാൻസ്ലേറ്റർ അല്ലേ ഇത്. ഫോട്ടോ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേനും ഇത് ഞാവൽപ്പഴം, ഇത് കോഫി, അങ്ങനെ ഓരോ പേര് കണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇത് ഞാവൽപ്പഴത്തിന്റെ ഒരെണ്ണം വാങ്ങിയിട്ടാ. 50 ബാത്താണ്. ഇവിടത്തെ എന്തോ സ്പെഷ്യൽ കേക്കാണ്. അങ്ങനെ അത് വാങ്ങി. ബീഫ് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ള നോക്കിയിട്ട് വാങ്ങാനുള്ള പരിപാടിയാണ്. ഒരു ബെനിഫിറ്റ് ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സാധനവും നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെടുത്താ. ഞങ്ങൾ ബീഫ് ടേസ്റ്റ് ചെയ്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് എടുത്തില്ല കേട്ടോ. മിക്സ് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഇതൊക്കെ ടേസ്റ്റ് ആണോ? ഒരു സമൂസ ഫീൽ.
കൊഴുവ ഫ്രൈ ആണ് ഈ ഇരിക്കണത്. ഇതൊക്കെ സ്വീറ്റ് ആണ്. ആ സ്വീറ്റ് എന്തെങ്കിലും നോക്കണം, അത് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് വാങ്ങാറണം. ഒരു ബോക്സ് വാങ്ങിച്ചോ, വീട്ടിൽ കൊടുക്കാനായിട്ട് വാങ്ങാം. അയിലക്കറിയാണ് കേട്ടോ, വെറുതെ വറ്റിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്ന് ടെസ്റ്റ് അടിച്ചാലോട്ടി. പഴമാണിത്. പഴമാണോ? ഒരെണ്ണം വാങ്ങ്, 20 ബാത്തല്ലേ ഉള്ളൂ. 2 വാങ്ങിച്ചോ വെച്ചോ. This is banana? Yeah. And this one? That's also banana. സ്റ്റിക്കി റൈസ് അതിന്റെ അകത്ത് വെച്ച് ഉണ്ടാക്കിയേക്കണേണ്, നമ്മുടെ പുട്ട് പോലെ. I want this banana. Banana. This also banana. Yeah, this also. Want this? Thank you. ഇത് കണ്ട ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ടാക്കണുണ്ട്, കയ്യിലേക്ക് എടുക്കുന്നു. ബോളി പോലെ ഉണ്ടല്ലോ, പുള്ളി അവിടെ വെച്ച് പരത്തുന്നു, ബാക്കി തിരിച്ചെടുക്കുന്നു. അതെ, ഇതേ മുകളിലുണ്ട്. ഇങ്ങനെയാണ് ഇത് നമുക്ക് തരാം, മറ്റേ മദാമപ്പൂടെ പോലെയൊക്കെയാണ്. റോളാ അങ്ങനത്തെ സെറ്റപ്പാണ്. അതിന്റെ ഫ്രണ്ടിലുണ്ട്, അതിന്റെ ആ ഉള്ളിൽ വെക്കണ സാധനം വെറൈറ്റി ആയിട്ടുണ്ട്. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ടില്. ഇതൊക്കെ ഉണ്ടോ കളർഫുൾ ആയിട്ട് ഐറ്റം. ഇത് കണ്ട കോക്കനട്ട് കേക്ക് ആണെന്ന് തോന്നുന്നു. ഇസ് ഇറ്റ് കോക്കനട്ട് കേക്ക്? coconut pancake. Yeah, pancake ട്ടാ. Yummy, very good. ഇത് അവിടെ കണ്ട മറ്റേ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വിഷയം. ഒരു ഉണ്ണിയപ്പത്തിലിട്ട് എന്തോ ഉണ്ടാക്കി, ഉണ്ണിയപ്പച്ചട്ടിയിലിട്ട് ഓരോ ഐറ്റങ്ങൾ പാൻകേക്ക് പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. എന്തൊക്കെയോ ഉണ്ടാക്കണം. ഇവിടെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ റെഡി ആയതെടുത്ത് മാറ്റി മാറ്റി വെക്കുന്നു. ഒരു സ്ക്വിഡ്സ് വാങ്ങിയണ്ട 120 ബാത്ത്. സ്ക്വിഡ് വാങ്ങിയാണ്. അപ്പൊ നമ്മളത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മള് ചിക്കൻ റൈസ്, ബീഫ് റൈസ് അത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ തിന്ന് നിർത്താനുണ്ട്. ഇന്നലെ അറിയില്ല, അതാണ് പ്രശ്നം. എന്തായാലും അവര് കട്ട് ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. സോസൊക്കെ ഉണ്ടാവുന്നുള്ളൂ അതിനൊപ്പം. കണ്ട എന്ത് വാങ്ങിച്ചാലും ദേ വന്ന് പോക്കറ്റിൽ തപ്പും. എവിടെയല്ല, ബാക്കിലെ പോക്കറ്റില്. ഇതേ കണ്ട വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അതെ പോക്കറ്റിൽ തപ്പി ഇത് പൈസ എടുത്തോണ്ട് കേസ് 120 ബാത്താണ് പറഞ്ഞത്. 120 കൊടുക്കട്ടെ, പൊട്ടിക്കട്ടെ. 1000 പൊട്ടിച്ചോ. 120 ബാത്തിട്ടാ. അപ്പം കൈ നിറച്ച് സാധനങ്ങളായിട്ട് മാളി കൂടി ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ ബോംബാമിർക്ക് കണ്ട ഞാൻ പോടി വരും കേട്ടോ. ഇതൊരു മാളിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കണേണ്ട ഇങ്ങനെ. അത് ടോക്കിയോ സിറ്റി എന്നുള്ള ഇതിലാണ് സെറ്റ് ചെയ്തേക്കണത്. ഇത് ഒരു മരമൊക്കെ പ്ലാസ്റ്റിക് ആണ് അങ്ങനെയൊക്കെ പിടിപ്പിച്ച് നമ്മൾ എസ്കലേറ്റർ കയറി മേലെ വരുമ്പോൾ തന്നെ നമുക്ക് ടോക്കിയോ സിറ്റി അറിവ് ടു ടോക്കിയോ സിറ്റി എന്ന് പറഞ്ഞാൽ. ഓ കസ്റ്റമൈസ്ഡ്. ഓ ഇവിടെ എംബ്രോയിഡറി ചെയ്യുമല്ലേ, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും കേട്ടോ. ക്യാപ്പ് കൂടെ ടെസ്ല സ്റ്റിച്ച് ചെയ്യണം. ഇത് ഇന്റർനാഷണൽ ആൾക്കാർ വരുന്നതാണല്ലോ കൂടുതലും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതാ സംഭവം. കറക്റ്റ് ഒരു സ്ട്രീറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവര്. ഇതുവരെ എങ്ങനെ സെറ്റ് ചെയ്തേക്കണേ താഴത്തെ. ഇത് മറ്റേ ക്രോക്സ് ഒക്കെ നോക്കി എന്റെ പൊന്നിന്റെ ഹൈറ്റ്. ഇതൊക്കെ മാളിന്റെ അകത്താണ്ട ഈ സെറ്റ് ചെയ്തേക്കണൊക്കെ. പക്ഷെ എന്നാ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്, സ്ട്രീറ്റ് പോലെ. ഫുള്ള് ചൈനീസ് ഐറ്റംസ് ആണ് കേട്ടോ. അത് എങ്ങനെ നോക്കിയാലും ഈ ഫ്ലോർ ടോക്കിയോ എന്നാണ് എൻ്റെ പേര്. ഇവിടെ ചൈനീസ് ഐറ്റംസ് ആണ് കൂടുതൽ. ഒക്കെ എഴുതിയാലുണ്ടോ ചൈനീസ് ഭാഷയിലാണ്.
ഇവിടെ ഒന്ന് രണ്ടല്ല, ഇത് ഫുള്ള് അങ്ങനെ തന്നെയാണ്. നമ്മള് താഴേന്ന് കയറി വരുമ്പോ കണ്ട അറൈവ് ടോക്കിയോ 2. ഇനി നമ്മൾ ടോക്കിയോന്ന് ഇറ്റലിന്നാണ് നമ്മൾ വന്നത്. ചൈനീസ് അല്ലേ, ഫുൾ ചൈനീസ്. ഇത് വന്നുകൊണ്ടിരിക്കണല്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ എൻട്രി ബൈ ടൈം ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ടോക്കിയോന്ന് ഡിപ്പാർച്ചറാണ്, ഡിപ്പാർച്ചർ ഫ്രം ടോക്കിയോ. ഇനി നമ്മൾ എവിടേക്കാണ് ചെല്ലണത്? അറൈവ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ. ഈ ഓരോ ഫ്ലോറും ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ടോക്കിയോന്ന് നമ്മൾ കയറണം എന്ന് പറയുമ്പോ ടോക്കിയോ സിറ്റിയിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ടോക്കിയോയിലെ ആ ഒരു സിറ്റി ഇവിടെ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുക, അങ്ങനെയുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലോട്ടാണ് എത്തുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പാരീസ് ഉണ്ട്. ഈ മാള് ടെർമിനൽ 21 മാളാണ് കേട്ടോ. ഇത് ചിലപ്പോ ഇപ്പൊ മാത്രം. ഇത് പിസ്സ ടവർ അല്ലേ? ഒരു ക്രാബ് നോക്കിയ വലുത്, വലിയൊരു ക്രാബ് ഉണ്ടോ. നമുക്ക് നമ്മുടെ ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ലുലുവിന്റെ ഒക്കെ മുകളിലെ പോലെ തന്നെ ഇവിടെ ഉണ്ട് വേറെ ഫുഡിന്റെ പരിപാടി. സ്മൂത്തി വാങ്ങാണ് കേട്ടോ. അപ്പൊ സ്മൂത്തി അതിന്റെ പുറകിലെന്താ പേപ്പർ, നമ്മൾ പൈസ കൊടുത്തു. ഇവിടെ വൻ തിരക്കാണ്ടത്. ഇവിടെ ഫുള്ള് മാങ്ങയും ഇതൊക്കെ ബനാനയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടേക്കാണ്. അതെ, നമുക്ക് ഇതിൽ ഏത് വേണം എന്നുള്ളത് നമ്മൾ തൊട്ട് കാണിച്ചാൽ മതി. സെലക്ട് ചെയ്യാം, പൈസ കൊടുക്കാം, അപ്പൊ തന്നെ അവർ അടിച്ചു തരും കേട്ടോ. ഇവിടെ മിക്സറൊക്കെ വെച്ചേക്കണ കാണണം. ഇത് കണ്ടോ, 1 2 3 4 5 ഓരോത് അടിക്കുകയാണ്, പഠിച്ചു തരും. നമുക്ക് സാധനം കിട്ടിയിട്ടാ, സാധനമായിട്ടാണ് നമ്മുടെ സ്ട്രോ ഇവിടെ ഉണ്ട്. രണ്ട് സ്ട്രോയും അതെ. നെക്സ്റ്റ് ബാലൻസ് വന്നിട്ടാ 500 600 700 900 1000. ഓക്കെ ആണോ? ചേച്ചി പറഞ്ഞതുപോലെ വാക്ക് വലിച്ച് ഫുൾ സൈസ് മുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലൊക്കെ കാണുന്നു, പീസൊക്കെ ചേച്ചി ചെത്തിയെടുത്തിട്ടുണ്ട്. സെറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. മതിയാ